മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഇന്ത്യയിലെ ശ്രദ്ധേയമായിട്ടുള്ള റേഡിയോ യാത്രയുടെ ഓർമ്മപ്പെടുത്തലാണ് ദേശീയ പ്രക്ഷേപണ ദിനമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1927 ആരംഭിച്ചത് മുതൽ ആശയവിനിമയം, വിദ്യാഭ്യാസം, വിനോദം എന്നിവയ്ക്കുള്ള ശക്തമായിട്ടുള്ള ഉപകരണമായിട്ട് റേഡിയോ അന്നും ഇന്നും നിലകൊള്ളുന്നു എന്നുള്ളതാണ് വാസ്തവം, അല്ലെ? റേഡിയോയെ ഊർജ്ജസ്വലവും ചലനാത്മകവുമായിട്ടുള്ള ഒരു മാധ്യമമാക്കി മാറ്റാൻ അക്ഷീണം പ്രയത്നിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ സംഭാവനകളുണ്ട്, അല്ലെ? അവരെയൊക്കെ നമ്മൾ ഓർക്കണം ഈ ഒരു റേഡിയോ പ്രക്ഷേപണ ദിനത്തിൽ. ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും ഭാവിയെ സ്വീകരിക്കുകയും ചെയ്യുക. വരും തലമുറകൾക്ക് റേഡിയോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ മുന്നേ കൊണ്ടുപോകുക. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും റേഡിയോ എന്ന മാധ്യമം നശിക്കുന്നില്ല, അവസാനിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ആകാശവാണി കൊളുത്തിയ ദീപമാണ് ഇന്ന് കേരളത്തിലെ പ്രൈവറ്റ് റേഡിയോസിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അത് ഇവിടെയാണെങ്കിൽ ഒന്ന് ആലോചിക്കുന്നു, ഇന്ന് എത്ര റേഡിയോസ്, മലയാളികൾക്ക് കൂടി പ്രത്യേക റേഡിയോസ് ഉണ്ട്, അല്ലേ? ഓരോ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ട് റേഡിയോസ് ഉണ്ട്. കാരണം റേഡിയോ അത്രയ്ക്ക് വലിയൊരു മാധ്യമമാണ്. ഒരുപാട് ആൾക്കാർ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന, നിങ്ങളിൽ ഒരാളെന്ന് ഞങ്ങളെ തോന്നിപ്പിക്കുന്ന ഒരു വലിയ മാധ്യമമാണ് റേഡിയോ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്താണെന്നറിയോ? നിങ്ങൾ തരുന്ന, അതായത് ശ്രോതാക്കളായിട്ടുള്ള നിങ്ങൾ തരുന്ന സ്നേഹവും നിങ്ങൾ തരുന്ന ആത്മവിശ്വാസവും തന്നെയാണ്. ഈ റേഡിയോ പ്രക്ഷേപണ ദിനത്തിൽ നിങ്ങളെ ഓർക്കാണ്ട് ഞങ്ങൾ എങ്ങനെ മുന്നേക്ക് പോകും, കേട്ടോ? അപ്പോൾ ഈ റേഡിയോ പ്രക്ഷേപണ ദിനത്തിൽ ഞാൻ ഓർക്കുകയാണ് നിങ്ങളെ. തീർച്ചയായിട്ടും എനിക്കറിയാം, നിങ്ങൾ ഓരോ ദിവസവും എന്നെ മാത്രമല്ല, ഞങ്ങൾ ഓരോരുത്തരെയും കാത്തിരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് കാത്തിരിക്കുന്നത്, അല്ലേ? എന്തായാലും ആ പ്രതീക്ഷ തെറ്റിക്കാതെ തന്നെയാണ് നല്ല പാട്ടുകളോടും നല്ല നല്ല ടോപ്പിക്കുകളോടുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് എന്നിലുണ്ട്. സോ ഈ ഒരു റേഡിയോ പ്രക്ഷേപണ ദിനത്തിലെന്നല്ല, ഇനി വരുന്ന ഓരോ റേഡിയോ പ്രക്ഷേപണ ദിനത്തിലും നമുക്ക് വീണ്ടും കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം ഇന്നത്തെ മധുര നാരങ്ങയിൽ ഞാൻ വിട പറയാണ്. മറ്റു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി വീണ്ടും കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ. RJ അരുണിനൊപ്പം റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.